നിഴൽ ഫൈനൽ പാർട്ട്. ആദിത്യൻ CCTV ദൃശ്യങ്ങൾ വീണ്ടും സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. ആ നിഴൽ ഓരോ ഫൂട്ടേജിലും ഒരേ രൂപത്തിലായിരുന്നില്ല. അത് ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് ക്യാമറയുടെ ലെൻസിനോ വെളിച്ചത്തിനോ സംഭവിച്ച ഓപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രം. എല്ലാ ഇരകളും ഒരേ സമയമായ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 17 മിനിറ്റിനാണ് കാണാതായത്. അവരുടെ തീവ്രമായ മാനസിക ഭ്രമം, തങ്ങളെ ആരോ പിന്തുടരുന്നു എന്ന തോന്നൽ കാരണം ആ നിഴലിനെ ഒരു വേട്ടക്കാരനായി അവർ കണ്ടു. ഡയറിയിൽ അവർ എഴുതിയ 3-ാം നിഴൽ അവരുടെ ഭയം മാത്രമായിരുന്നു. ദേവദാസ് മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹവും ആ നിഴൽ കണ്ടു പേടിച്ചിരിക്കണം. 3-ാം നിഴൽ ഇവരെ അപകടപ്പെടുത്തും എന്ന് ഭയന്നാണ് അദ്ദേഹം അവരെ രക്ഷിക്കാൻ വേണ്ടി ഒളിപ്പിച്ചത്. ദേവദാസ് യഥാർത്ഥത്തിൽ അവരെ രക്ഷിക്കാൻ ശ്രമിച്ച നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. ആദിത്യൻ ദേവദാസിനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയച്ചു. സത്യത്തിൽ നമ്മൾ ഒരു പ്രതി എന്ന് കരുതുന്ന എല്ലാവരും യഥാർത്ഥ വില്ലൻ ആകണമെന്നില്ല. ചിലപ്പോൾ സത്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിലും അപ്പുറമായിരിക്കും.